channel Glowing Gainas. This is my first long video. This video ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഈ പാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തു പോവുകയും അതിന്റെ ഫലമായിട്ട് പൊടിയും അതുപോലെ തന്നെ ടാനൊക്കെ അടിച്ച് ഫേസ് ഫുൾ ഡൺ ആവും. അതായത് ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് വരും. അതുകൂടാതെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഫലമായിട്ടും പിന്നെ ബുക്കൊക്കെ വായിക്കുന്ന ഫലമായിട്ടും ഒക്കെ കണ്ണിലൊക്കെ നല്ല പിമ്പിൾസ് വരും. എന്നെ നോക്കി എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യാറുണ്ട്. സോ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം പഠിക്കാൻ ചിലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ പിമ്പിൾസ് ഉണ്ട്. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏജ് തോന്നിക്കും. ഇപ്പം നമുക്ക് കാണുമ്പോൾ ചില ആളുകൾ കാണുമ്പോൾ ഒട്ടും ഏജ് തോന്നിക്കുന്നില്ല. കാരണം അവരുടെ സ്കിൻസിന് നല്ല ഇലാസ്റ്റിറ്റി കാണും. സോ ഇത് വലിഞ്ഞ് നിൽക്കാൻ ഇലാസ്റ്റിറ്റി ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ഇതാവുമല്ലോ. പക്ഷെ നമുക്കതില്ലാത്തത് കൊണ്ടാണ്. സോ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന ഫലമായിട്ട് നമ്മുടെ സ്കിൻ ഇലാസ്റ്റിറ്റി കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ടാനും പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയും നല്ലൊരു ഗ്ലോ ഫേസിൽ കിട്ടുകയും ചെയ്യും. അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫേസിൽ കിട്ടും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ്. എസ്പെഷ്യലി ഈ റെയിനി സീസണിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ചക്കയാണ്. ചക്കയല്ല, ചക്കയുടെ കുരു. ഇത് നമ്മുടെ സ്വന്തം ചക്കക്കുരു എടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിനെ, അതായത് പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഏജിങ് കുറച്ച് കാണിക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെയാണ്. ഇത് റോ ചക്കക്കുരു നമുക്ക് അരച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അരച്ച് കിട്ടാൻ നല്ല പാടാണ്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ പാളിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ചക്കക്കുരുവിലെ നല്ലപോലെ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. സമയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇങ്ങനെ കിട്ടും. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വയ്ക്കുന്നതോറും കുറുകുവാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് എടുക്കാം. നമ്മൾ തൈര് ആഡ് ചെയ്യാം. തൈര് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. തൈരിന് പകരം നമുക്ക് പാൽ ആഡ് ചെയ്യാം. ഇപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ദ സ്കിന്നാണ്. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സോ ഞാൻ തൈര് എടുത്തു. ഇനി ഓയിലി സ്കിന്നുകാരാണെങ്കിൽ പാലെടുത്താൽ മതി. അവർക്ക് ഓയിലി സ്കിന്നുകാർക്ക് പാലായിരിക്കും പറ്റും. ാണ് ഇത് നാടൻ കാപ്പിപ്പൊടി കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടിയാണ്. അത് നമ്മളിതിലേക്ക് ഇടുക. കാപ്പിപ്പൊടി നമുക്ക് പെട്ടെന്ന് ഗ്ലോ കിട്ടുന്നതിന് അടിപൊളി സാധനമാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ പാക്കിനുള്ള സാധനം ഇപ്പോൾ റെഡിയായി. ഇനി നമ്മളിത് ഫേസിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരു മിനിമം ഒരു 20 മിനിറ്റെങ്കിലും സാധനം വെക്കണം. നമുക്ക് നോക്കാം റിസൾട്ട് കിട്ടുമോ. തൈര് ഫ്രിഡ്ജിലിരുന്നായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഫേസിലിടുമ്പോൾ. പിന്നെ ഒരു എന്താ പറയുക, ചക്കക്കുരുവിൻ്റെ പൊടിയല്ലേ, നല്ല നൈസ് പൊടിയല്ലേ, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഒരു സിൽക്ക് പോലെ എന്താ പറയുന്നത്, സ്മൂത്ത് ആകുന്നത്. ഈ ചെക്കപ്പോന്ന് ഗൈസ് ചക്കയാന്ന് ഓർത്താം. ചക്കയല്ല ഞാൻ, പോടെ ചക്കയല്ല ഞാൻ. ചക്കക്കുരുവിൻ്റെ മണമാണെന്നും ഈ ചെക്ക അടുത്ത് വരുന്നുണ്ട്. 20 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം എന്ത് റിസൾട്ടാണ് വരുന്നത്. അങ്ങനെ ഈ സംഭവം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റിന് മുകളിൽ ഞാൻ ഇത് വെച്ചു. നല്ല ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം. ചെറിയ ബോളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഫുൾ വാഷ് ചെയ്ത് നോക്കാവേ. നല്ല കട്ടിക്ക് ഉണങ്ങിയിട്ടുണ്ട്. നല്ല ചേഞ്ച് ഉണ്ട്. നല്ല വ്യത്യാസമുണ്ട്. പിന്നെ തുടക്കുന്നതിനെക്കാട്ടും നല്ലതൊന്ന് ഫുൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇത്രയും കളഞ്ഞപ്പോൾ തന്നെ നല്ല പറ്റുണ്ട്. അങ്ങനെ സംഭവം ഫുള്ളും വാഷ് ചെയ്ത് കളഞ്ഞു. അയ്യോ, എന്തായാലും നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടി. അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റായി. ഓക്കെ, നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഈ ചക്കക്കുരു കൊണ്ട് ഇത്രയും കൊണ്ടെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മളിത് വേസ്റ്റായി കളഞ്ഞ സാധനമല്ലേ. അതുകൊണ്ടേ കൊള്ളാം കേട്ടോ. എനിക്ക് എന്തായാലും കുറേ വട്ടം യൂസ് ചെയ്യണം. വേറെ ഒന്നുമല്ല, എൻ്റെ കണ്ണിന് ചുറ്റും നല്ല പിമ്പിൾസ് ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. തൊടുമ്പം തന്നെ അടിപൊളി സാധനമാണ്. എല്ലാവരും യൂസ് ചെയ്യാം. ബൈ.